അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, കടകമ്പോൾ നടത്തുന്നവരെ ഓർത്ത് ഞാൻ വേദനിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കട പൊട്ടിപ്പോകാൻ പോണവരുണ്ട്, കടം കയറി മുടിഞ്ഞവരുണ്ട്, ജപ്തി നടപടി നേരിടുന്നവരുണ്ട്, മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട്, മക്കൾ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടു പോയവരുണ്ട്, മക്കൾ പല കാര്യം വിളിച്ചു പറഞ്ഞിട്ട് മാതാപിതാക്കന്മാർക്ക് സഹായിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുള്ളവരുണ്ട്, എന്ത് ചെയ്യുന്നറിയാൻ പാടില്ല നട്ടം ചെയ്യുന്നവരുണ്ട്, കേസകപ്പെട്ടവരുണ്ട്, പിരിഞ്ഞു താമസിക്കുന്നവരുണ്ട്, ഐക്യപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവ്, അവരെല്ലാം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയായി ഞാൻ ആസ്വദിക്കുന്നു. കർത്താവെ, മക്കളില്ലാത്തവരുടെ സംഘടന നീ കാണുന്ന കർത്താവെ, പിരിഞ്ഞു താമസിക്കുന്നവരുടെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുടെയും കർത്താവെ, പലരെയും വിളിച്ചുകൊണ്ട് പോകേണ്ടി വരും. കർത്താവെ, അവരെ വിളിച്ചുകൊണ്ട് പോകാൻ ഇടയാക്കണ ഈശോയെ. അത് ജീവിത പങ്കാളി അവരെ നിരാകരിച്ച ജീവിത പങ്കാളികൾക്ക് മനസ്സാന്തരം ഉണ്ടായി അവരെ ഒന്ന് വിളിച്ചുകൊണ്ട് പോകാനോ ഫോൺ വിളിക്കാനോ കർത്താവെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഒന്നും അസാധ്യമില്ലാത്തവനെ, അങ്ങനെ ഒരു നിമിഷത്തെ അഭിഷേകം കിട്ടിയാൽ അങ്ങയുടെ മക്കളെല്ലാം ഐക്യപ്പെട്ട് സ്നേഹപ്പെട്ടുള്ള ഈശോയെ, ഏതെല്ലാം മേഖലകളിലാണ് നിങ്ങൾ വിഷമിക്കുന്നത്, ഏതെല്ലാം വ്യക്തികളെ ഓർത്താണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്, ഏതെല്ലാം വിഷയം ഓർത്താണ് നിങ്ങൾ സംഭ്രമിക്കപ്പെടുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുന്ന അളിച്ചത് കർത്താവ് ഈ കുരിശിൻ്റെ ശക്തിയാൽ, എൻ്റെ പൗരോഹിത്യത്തിൽ 40 വർഷത്തെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ യോഗ്യതയാൽ, സർവോപരി കൃപാസ്ഥാനത്താരെ ജീവനുടെ പ്രത്യക്ഷ മാതാവിൻ്റെ മധ്യസ്ഥ നടന്ന ലക്ഷക്കണക്കിന് പ്രാർത്ഥനകളുടെ ശക്തിയാൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ഈശോ തലങ്ങും വിലങ്ങും ആശീർവദിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മൾ മെറ്റീരിയലിസത്തെ കുറിച്ച് സംസാരിച്ചത്. ഈശോ പറഞ്ഞു ജഡത്തിൽ ജനിക്കുന്നത് ജഡമാണെന്ന് പറഞ്ഞു, ആത്മാവിലും ജനിക്കുന്നത് ആത്മാവാണെന്ന് പറഞ്ഞു. എന്നിട്ട് ദൈവം എന്ത് ചെയ്തു? ഈ ജഡത്തെ
ആത്മവൽക്കരിക്കാൻ വേണ്ടി ദൈവസ്നേഹത്തിൻ്റെ മെറ്റീരിയൽ ഭൗതിക രൂപമായ യേശുവിനെ മനുഷ്യാവതാരത്തിലൂടെ കുരിശുമരണത്തിലൂടെ ദൈവസ്നേഹം എന്താണെന്ന് നമ്മളെ തിരിച്ചറിയിച്ചിട്ട് ആ സ്നേഹം സ്വീകരിച്ചവർക്കെല്ലാം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ പദ്ധതി പ്രകാരം വിളിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാനുള്ള യോഹന്നാൻ 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്നെ സ്നേഹിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അപ്പം എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ ആയിരിക്കണം, ജഡമായിരിക്കുന്ന മനുഷ്യൻ, ആത്മാവായിരിക്കണ ദൈവം. അപ്പം എന്നിട്ട് പറഞ്ഞ് ഇത് തമ്മിൽ ഇൻട്രാക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞു, നിക്കോഡെമോസ് പറഞ്ഞ പോലെ സംഭവിക്കും. എന്താണ്? ജഡത്തിലും ജനിക്കണം ജഡമായിട്ട് ജനിച്ചുകൊണ്ടേ ഇരിക്കും, ആത്മാവിൽ ജനിക്കണം ആത്മാവായിട്ട് ജനിച്ചുകൊണ്ടേ ഇരിക്കും, തമ്മിൽ ഇൻട്രാക്ട് ചെയ്യത്തില്ല. യോഹന്നാൻ 3:6 മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, മാംസത്തിൽ ജനിക്കുന്ന മാംസവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ജനിക്കുന്ന ആത്മാവുമാണ്. അപ്പം അതുകൊണ്ട് ഇത് സമാന്തര രേഖ പോലെയാണ് പോകണം, തമ്മിൽ കൂട്ടിമുട്ടത്തില്ല. ഇതിന് തമ്മിൽ കൂട്ടിമുട്ടാൻ വേണ്ടി ദൈവം കണ്ടുപിടിച്ച പദ്ധതി എന്താണ്? ഈ എനർജിയെ അല്ലെങ്കിൽ അതായത് ആത്മാവിനെ മെറ്റീരിയൽ മനുഷ്യരൂപം സ്വീകരിക്കുക. അങ്ങനെ ആത്മാവ് ദൈവം ആത്മാവാണെന്ന് പറഞ്ഞില്ലേ യോഹന്നാൻ 4:24. ദൈവം ആത്മാവാണ്. അപ്പോൾ ദൈവം ആത്മാവാണ്, നമ്മൾ ജഡവുമാണ്. ഇനി ദൈവം എന്താ നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി ചെയ്തിരിക്കുന്നത്? ഈ ആത്മാവ് ജഡത്തെ സ്വീകരിക്കും. അപ്പോൾ ആരാണുണ്ടായത്? ദൈവപുത്രനുണ്ടായി. അപ്പോൾ ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു മനുഷ്യാവതാരമാണ്. ഈ മനുഷ്യാവതാരത്തിലൂടെ ദൈവം എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് കുരിശുമരണവും ആ കുരിശുമരണത്തിൻ്റെ ആ പാപപരിഹാരമായിട്ട് എടുക്കുന്നതിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത് എന്താണ്? ദൈവസ്നേഹം തന്നെയാണ് വെളിപ്പെട്ട് കിട്ടിയത്. ദൈവം മനുഷ്യാവതാരം പിന്നെയും ശൂന്യവൽക്കരണത്തിലേക്ക് പോകുമ്പോഴാണല്ലോ കുരിശുമരണം സംഭവിക്കുന്നത്. അപ്പോൾ മനുഷ്യാവതാരവും സ്നേഹത്തിൻ്റെ എക്സ്പ്രഷനാണ്, അതിനേക്കാൾ ഡീപ്പ് എക്സ്പ്രഷനാണ് കുരിശുമരണം. അപ്പോൾ കുരിശുമരണത്തെ കൂടി നമ്മൾ കണ്ടു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് നമ്മൾ അറിയുന്നു. അപ്പോൾ ഈ ദൈവസ്നേഹം നമ്മൾ സ്വീകരിച്ച് കഴിയുമ്പോൾ അതാണ് നേരത്തെ പറഞ്ഞത്. എന്താണ്? അവനെ സ്വീകരിച്ച യോഹന്നാൻ 1:12 അവനെ സ്വീകരിച്ചവർക്കെല്ലാം, എന്നുവെച്ചാൽ ദൈവസ്നേഹം സ്വീകരിച്ചവർക്കെല്ലാം, അവർ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം, ആ സ്നേഹത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം എന്താണ്? ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അപ്പോൾ അവർ ദൈവമക്കളായിട്ട് കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ ദൈവമക്കളായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ പ്രക്രിയയിൽ അതിനകത്ത് ആദ്യകാലങ്ങളിലൊക്കെ ജഡത്തിൻ്റെ ഭയങ്കര പിടിച്ചുപറികളുണ്ടാകും. അതിൻ്റെ അകത്ത് ഇപ്പോൾ അത് ജഡത്തെ നമ്മുടെ ഇപ്പോൾ ഉദാഹരണത്തിന് ചില മനുഷ്യരുടെ ജീവിതത്തിലൊക്കെ ചിലർ എപ്പോഴും ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും മറ്റുള്ളവരുടെ വക എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം, അവരെ എങ്ങനെയെങ്കിലും അവരൊക്കെ കൂടുതൽ സമ്പാദിക്കുന്ന ആക്രാന്തങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ ജഡത്തിൻ്റെ പിടിച്ചുപറികളെന്നാണ് അതിന് പറയണത്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് വരാൻ കുറച്ച് സമയമെടുക്കും അത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന ഒരു വിഷയം, ഉദാഹരണത്തിന് ഈ ഉടമ്പടിയിലൊക്കെ വരുമ്പോൾ ഈ ജഡത്തിൻ്റെ ആക്രാന്തം ആൾക്കാർക്ക് ഉടമ്പടി സ്ലോയാണ്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് അവർ പഠിച്ച സാധനമല്ലേ പാലിക്കത്തുള്ളൂ. ഇപ്പോൾ ഞങ്ങളൊക്കെ കുഞ്ഞുനാളിൽ ഞാനൊരു 9ാം ക്ലാസ്സൊക്കെ വരെയൊക്കെ ആടിനെയൊക്കെ വളർത്തുമായിരുന്നു വീട്ടിൽ. അപ്പോൾ ഞാനാണ് എൻ്റെ വീട്ടിലെ വളർത്തണമെന്ന് ഞാനാണ് ഇതെല്ലാം കൊണ്ടാക്കണൊക്കെ ചെയ്യണത്. അപ്പോൾ ആടെ കറക്കണൊക്കെ അപ്പം എനിക്കറിയത്തില്ല. അപ്പം 4 മണിയൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ആടിനെ കറക്കും. പക്ഷേ ഈ വൈകുന്നേരം കറക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ആട് കുഞ്ഞിന് വേണ്ടി പാല് വലിച്ച് കളയും ആട് മേലോട്ട്. ഒരു 3-4 ആടൊക്കെ ഉള്ള ഞങ്ങളുടെ 10-12 ആടുണ്ടായിരുന്നു. അപ്പം ഈ ആട് പാല് വലിക്കും. അപ്പോൾ അപ്പൻ ഇങ്ങനെ കുറേ കറന്നാലും കിട്ടത്തൊന്നുമില്ല. അപ്പം കാണിക്കുന്ന സൂത്രമുണ്ട്. ആട് കുഞ്ഞിന് വേണ്ടിയാണല്ലേ ആട് പാല് വലിക്കണത്. അപ്പോൾ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് അപ്പന് അകടയിൽ ഇങ്ങനെ മുലക്കണ്ണിൽ പിടിപ്പിച്ച് കഴിയുമ്പോൾ ശരിയല്ല. അപ്പോൾ കുഞ്ഞ് കുടിച്ചല്ല. അപ്പോൾ ആട് പാലിറക്കി കൊടുക്കും. ഉടനെ അപ്പന് കുഞ്ഞിനെ ഉടനെ മാറ്റും. എന്നിട്ട് ആ പാല് കറന്നെടുക്കും. ഈ വളർത്തുകാർക്കെല്ലാം ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പക്ഷെ അത് ചില ചുരത്തിച്ച് പറ്റിക്കണ ഒരു പരിപാടിയാണത്. ഇതിൻ്റെ ഒരു ജഡമുണ്ട്. നമ്മൾ ഈ ആടിനോട് കാണിക്കുന്ന ഈ സ്വഭാവം ചില സമയത്ത് ദൈവത്തോട് കാണിക്കും. വെച്ചാൽ
ഇപ്പം അനുഗ്രഹം മേലോട്ട് വരച്ചിരിക്കുന്ന സമയം നമുക്ക് അനുഗ്രഹം കിട്ടണില്ല. അപ്പം നമ്മളെന്ത് ചെയ്യും? നമ്മളിതുപോലെ ഈ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഉടമ്പടി എടുക്കും, പത്രം കൊണ്ട് നടന്ന് കൊടുക്കും. അതൊക്കെ കുഞ്ഞിനെ കൊണ്ട് ചുരത്തിപ്പിച്ച് എടുത്തിട്ടേ കുഞ്ഞിനെ വലിച്ചു മാറ്റത്തില്ലേ? ശരിക്കും പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുപോയി രോഗികൾക്ക് പൊതിച്ചോറ് കൊടുക്കും. പക്ഷേ ദൈവത്തിനറിയാതെ ഈ ആത്മീയമായ കാര്യമാണ് ജഡത്തിൻ്റെ അരൂപിലാണ് ചെയ്യണത്. ഉടമ്പടിയിൽ വന്നിരുന്ന ഒരു ചെറിയൊരു പ്രശ്നം അതാണ്. ആത്മീയ കാര്യം ചിലർ ജഡാരൂപി ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ കൊണ്ട് ചുരത്തിക്കുന്നതിൻ്റെ ഉദ്ദേശം പാലിറക്കി കിട്ടാൻ വേണ്ടിയാണ്. അനുഗ്രഹം ഇറക്കി കിട്ടാൻ വേണ്ടി നമ്മളിതുപോലെ ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക, കുറച്ച് പൊതിച്ചോറ് കൊണ്ട് ആശുപത്രി കൊടുക്കുക, ഇങ്ങനെ കുറേ പരിപാടിയൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ദൈവം പ്രസാദിച്ച് അനുഗ്രഹം ചുരത്തുമെന്ന് അവർക്ക് വിചാരം. ഇതൊന്നും നടക്കത്തില്ല. അത് നടക്കത്തില്ല. നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യമേ തന്നെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ, ജഡത്തിൽ നിന്ന് ജനിക്കണം. ജഡവും നിക്കഡേമോസാണ് സബ്ജക്റ്റ് കേട്ടോ. ജഡത്തിൽ ജനിക്കുക, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമാണ്. ഇത് ഈശോ പറഞ്ഞത് ഇത് തമ്മിൽ ബന്ധമില്ലെന്നാണ് പറഞ്ഞത്. പകുതി ജഡവും പകുതി ആത്മാവും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയണത്. ആത്മാവാണെങ്കിൽ ആത്മാവ് ആത്മീയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആത്മീയമായിട്ട് തന്നെ ചെയ്യണം. കാര്യം ദൈവത്തിനെ മുൻനിർത്തിയാണ് ഉടമ്പടി ചെയ്തിരിക്കണമെങ്കിൽ അത് പിന്നെ ജോലി കിട്ടാൻ വേണ്ടി, പിന്നെ ജപ്തി നടപടി മാറാൻ വേണ്ടി അത് ദൈവം നമുക്ക് ചെയ്തു തരേണ്ടതാണത്. പക്ഷേ അത് ലക്ഷ്യം വെക്കരുത്. നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് ദൈവം തന്നെയായിരിക്കണം. ആത്മാവിൽ ജനിക്കുന്ന ആത്മാവ് തന്നെയായിരിക്കണം. അങ്ങനെ വന്നാൽ ദൈവസ്നേഹം, ഈ മെറ്റീരിയലാണ് പ്രോബ്ലം. ജഡം മെറ്റീരിയലിനെ ഡിവിനൈസ് ചെയ്യുന്നുള്ളതാണ് ബൈബിളിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മളെപ്പോഴും ചെയ്യേണ്ടത് അത് മനസ്സിലാക്കിയിട്ട് ജഡത്തിനെ ഏതെല്ലാം പരുവപ്പെടുത്തി ആത്മാവ് പ്രവർത്തിക്കാൻ പറ്റുന്ന പരുവത്തിലാക്കി എടുക്കുന്ന വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിശ്രമത്തിനാണ് ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് ബൈബിളിലെ. അപ്പം അതുകൊണ്ട് നമ്മൾ പെന്തക്കോസ്തയിലേക്ക് പോവുകയാണ്. നമ്മൾ ഈശോപുരത്തിലെ നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. അതുപോലെ ഞാനും പറയുകയാണ്, പെന്തക്കോസ്തയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ആ ഒരു ഒഴുക്കത്തോടെ ജാഗ്രതയോടെ ഈ ഒരു പ്രോസസ്സിനെ, ലൈഫിലുണ്ടാകുന്ന അനുഭവങ്ങളെ, കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളിൽ വിസ്തരിക്കപ്പെടാൻ വേണ്ടി, വിപുലീകരിക്കപ്പെടാൻ വേണ്ടി ബോധപൂർവ്വം നമുക്ക് ദൈവത്തെ ലക്ഷ്യം വെച്ച് മുന്നേറാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ഷേർലി തോമസ് എന്നാണ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ മടപ്പുരച്ചാലിൽ നിന്ന് വരുവാണ്. പിന്നെ എനിക്ക് 2 മക്കളാണുള്ളത്. പിന്നെ എനിക്ക് ഭർത്താവ് ആക്സിഡൻറ്റിൽ മരിച്ചുപോയി, 4 വർഷമായി. പിന്നെ ഒരു മോനും മോളും ഉണ്ട്. മോളെ കെട്ടിച്ചു, മോൻ കല്യാണം കഴിച്ചു. അങ്ങനെ മോന് പപ്പ മരിക്കുമ്പോൾ അവന് ഖത്തറിലായിരുന്നു. പിന്നെ അവൻ ഇങ്ങോട്ട് പോന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഹോട്ടൽ മാനേജ്മെൻറ്റാണ് എൻ്റെ മോൻ പഠിച്ചത്. അത് കഴിഞ്ഞ് അവന് വന്ന് ഞങ്ങളൊരു ചെറിയ തട്ടുകടയൊക്കെ ഇട്ട് ജീവിക്കാൻ നോക്കുമ്പോൾ കൊറോണ വന്നു. കൊറോണ സമയത്ത് പിന്നെ അതെല്ലാം അടച്ചു പൂട്ടി. അത് കഴിഞ്ഞ് മോന് ജീവിക്കാനായി പല പണിയെടുത്തു, ഒന്നും നടന്നില്ല. പിന്നെ അവന് ദുബായിക്ക് പോയി 9 മാസം അവിടെ ജോലി നോക്കി. ഹോട്ടൽ മാനേജ്മെൻറ്റ് ഷെഫായിട്ട് ജോലി നോക്കി. 9 മാസം കഴിഞ്ഞപ്പം അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇവനെ ഉപദ്രവിച്ചു. ഇവനിട്ട് കുത്തുവാണ് ചെയ്തത്. ഇവനിട്ട് പിന്നെ എന്തോ അവൻ്റെ പുതിയതായിട്ട് വന്ന ഒരാളായിരുന്നു. 2 ദിവസമായിരുന്നുള്ളൂ പുള്ളി വന്നിട്ട്. അപ്പോൾ മാനേജരും MDയും പറഞ്ഞു ആ പുള്ളിയോട് പൊയ്ക്കോളാൻ പറഞ്ഞു. ഇവനെ സംശയം എന്തോ തോന്നി. ഇവനും കൂടി പറഞ്ഞിട്ടാണോ പുള്ളിക്ക് എന്തോ സംശയം തോന്നി. പുള്ളി കിച്ചണിൽ വന്നിട്ട് എൻ്റെ മോനെ കുത്തി പിന്നെ വീണു. നല്ല പരിക്കായിരുന്നു. കൈ മുറിഞ്ഞു. പുറകിൽ കുത്തിപ്പാവൻ വീണ് ചോരയെ കുളിച്ച് കിടന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവന് അവിടുന്ന് ആൾ വന്ന് എല്ലാവരും ഓടി വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി പോണ വഴിക്ക് തന്നെ പുള്ളിയുടെ മെയിൻ ഞരമ്പാണ് പുള്ളിയുടെ മുറിഞ്ഞത്. എല്ലായിടത്തൂടെയും ഉള്ള രക്ത ഓട്ടം നിന്നു, എല്ലാം നിലച്ചു. പുള്ളി മെയിൻ ഞരമ്പ് കിഡ്നിയിലോട്ട് പിന്നെ ഹാർട്ടിലോട്ടൊക്കെ ഉള്ള ഞരമ്പ് മുറിഞ്ഞ് രക്തോട്ടം നിന്ന് പുള്ളിക്ക് ബോധമൊന്നുമില്ല. പുള്ളി ലാസ്റ്റ് എൻ്റെ ദൈവമേ എന്നെ കാത്തോളണേ എന്ന് പറഞ്ഞ് ആശുപത്രി കൊണ്ടുപോകുന്ന വഴിക്ക് അവന് 5.5 വയസ്സുള്ളൊരു കൊച്ചുണ്ട്, ഞാനും ഉള്ളവന്. വേറെ ഭാര്യയുണ്ട്, ഭാര്യ ദുബായി തന്നെ ഉണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ആശുപത്രി കയറ്റി ഓപ്പറേഷൻ ചെയ്യാൻ നേരത്ത് പുള്ളിക്ക് അറ്റാക്ക് ഉണ്ടായി. അതോടുകൂടി ഡോക്ടർ പറഞ്ഞു തീർത്തു പോയി എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചിറക്കി, വെൻറ്റിലേറ്ററിൽ നിന്ന് തിരിച്ചിറക്കി.
പിന്നെ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒന്നും കൂടി പരിശ്രമിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ സംഭവമൊന്നും അറിയുന്നില്ല. ഞാൻ പിന്നീടാണ് നാട്ടിൽ ഈ സംഭവം അറിയണത്. ആദ്യം എന്നെ അറിയിച്ചൊന്നുമില്ല. പിന്നീടാണ് എന്നോട് ഈ കാര്യങ്ങളെല്ലാം ഇവർ പറയണത്. അറിഞ്ഞു കഴിഞ്ഞപ്പം ഫെബ്രുവരി 3-ാം തീയതിയാണ് അവന് ഈ അബദ്ധം പറ്റുന്നത്, കുത്തുകൊള്ളുന്നത്. അത് കഴിഞ്ഞ് ഞാൻ 15-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് അപ്പോൾ 15 ദിവസമായി ഇവന് കുത്തുകൊണ്ടിട്ട്. 15 ദിവസം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പള്ളിക്കകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിച്ച് മാതാവിനോട് കരഞ്ഞ് ഞാൻ അപേക്ഷിച്ച്, എൻ്റെ മോനെ എനിക്ക് തിരിച്ചു തരണേ, എൻ്റെ മോൻ്റെ ജീവൻ എനിക്ക് തരണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം എനിക്കിവിടെ വിവരം കിട്ടി, എൻ്റെ മോന് സംസാരിച്ചു എന്ന് എനിക്ക് വിവരം കിട്ടി. പിന്നീട് അങ്ങോട്ട് സീരിയസ് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം സീരിയസ്. ഏത് സമയം ഞാൻ 1.5 മാസം ഭക്ഷണം പോലും കഴിക്കാണ്ട് ഈ മാതാവിൻ്റെ രൂപം കൈപ്പിടിച്ച് ഒരേ പ്രാർത്ഥന. ആ നാട്ടിലല്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ അവൻ്റെ ഭാര്യയുണ്ട് പിന്നെ ദുബായിൽ. പിന്നെ എൻ്റെ സ്വന്തം മോളെ കുവൈറ്റിലാണുള്ളത്, അവളും ദുബായിക്ക് പോയി. ഇപ്പം ഇവർ 2 പേരും ഇവൻ്റെ കൂടെ ഉണ്ട്. ഇവൻ വെന്റിലേറ്ററിൽ തന്നെയാണ്. ഇവൻ ഒരു പ്രവർത്തനവും ഇല്ല. എല്ലാ ഇവൻ്റെ പ്രവർത്തനങ്ങൾ മൊത്തം നിലച്ചു. മെഷീനിലാണ് ഇവൻ ശ്വാസം എടുക്കുന്നത്. വേറെ ഒരു ബോധമൊന്നുമില്ല. സർജറി ചെയ്തോ? സർജറി ഒരു ആദ്യത്തെ സർജറിക്ക് ഇവന് അറ്റാക്ക് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ കയറ്റി പിന്നെ സർജറി ചെയ്തു. 19 സർജറി ചെയ്തു, 19 എണ്ണം. അതിൽ 6 എണ്ണം സീരിയസ് ആയിരുന്നു. അങ്ങനെ 19 സർജറി കഴിഞ്ഞു. മാർച്ച് എപ്പോഴും മരിച്ചു എന്നാണ് ഞാൻ കേൾക്കുന്നത്. പോയി എന്ന് എപ്പോഴും കേൾക്കുന്നുണ്ട്. എന്നാലും ഞാൻ കൃപാസന മാതാവിനെ വിട്ടില്ല. ആശീർവാദം കൈപ്പിടിച്ച് എൻ്റെ മോൻ തിരിച്ചു വരുമെന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. ദൈവത്തോട് അതുപോലെ പ്രാർത്ഥിച്ചു. വീണ കിടന്നും പ്രാർത്ഥിച്ചു. ചങ്കുപൊട്ടി പട്ടിണി കിടന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ അവന് കൊല്ലാൻ തന്നെ കുത്തിയതാണ്. കുത്തിയിട്ട് അവൻ കത്തി തിരിച്ചു കളഞ്ഞു, തിരിച്ചെടുത്തു. ദുബായിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു ഇവൻ കുത്തു പഠിച്ചിട്ട് കയറി വന്നവനാന്ന് പറഞ്ഞു. 2 ദിവസമായുള്ള അവനവിടെ വന്നിട്ട്. അത് കഴിഞ്ഞിട്ട് എപ്പോഴും ഞാൻ കേൾക്കുന്നുണ്ട് മരിച്ചു എന്ന്. പിന്നെ ലാസ്റ്റ് കഴിഞ്ഞ മാർച്ച് മാസം 17-ാം തീയതി എൻ്റെ മോൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഇത്രയും ദിവസം പറഞ്ഞ പോലെയല്ല ചേട്ടായി കൈവിട്ട് പോയി മമ്മീന്ന് പറഞ്ഞു. ഞാനന്ന് കൈവിട്ട് പോയെന്ന് പറഞ്ഞിട്ടും ഞാൻ ഈ കൃപാസന മാതാവിൻ്റെ രൂപം എൻ്റെ കയ്യിൽ നിന്ന് വെച്ചില്ല. ഈ രൂപം പിടിച്ച് ഞാൻ ഉരുണ്ട് കിടന്ന് ഞാൻ കരഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങേറ്റം കരച്ചിൽ. അങ്ങനെ ഇവൻ മരിച്ചു എന്ന് ഡോക്ടർമാർ വിധി എഴുതി. അറിയിക്കേണ്ടവരെ അറിയിച്ചോളാൻ പറഞ്ഞ് എന്നെ അറിയിച്ചു, വീട്ടുകാരെ അറിയിച്ചു. ഡോക്ടർ വന്ന് വെള്ള തുണിയിട്ട് ഇവനെ മൂടി പുതപ്പിച്ച് ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. പെങ്ങളും അടുത്തുണ്ട്, സ്വന്തം ഭാര്യ അടുത്തുണ്ട്. സ്വന്തം ഭാര്യ വന്ന് കണ്ണിങ്ങനെ മിഴിച്ച് നോക്കിയപ്പം കൃഷ്ണമണി കാണുന്നില്ല. ഈ വെള്ളം ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്, ശരിക്കും തൂങ്ങിക്കിടക്കുക 2 കണ്ണിൽ. പോയി എന്നെല്ലാവരും ഇത് എഴുതി. മേലൊക്കെ നീര് വെച്ച് കറുപ്പ് കളറായി. പിന്നെ ശരിക്കും പോയി. എന്നാലും ഞാൻ മാതാവിൻ്റെ രൂപം കയ്യിൽ നിന്ന് ഞാൻ വിട്ടില്ല. ഇത് ഒരേ പ്രാർത്ഥന, കൃപാസമാധാനം വിളിച്ച് തന്നെ പ്രാർത്ഥിക്കുവാണ്. മരിച്ചാലും വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത് ഞാൻ വെച്ചു. അങ്ങനെ മരിച്ചു ഡോക്ടർമാരും വിധി എഴുതി. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു, സ്വന്തം മോള് പറഞ്ഞു, എൻ്റെ ഡോക്ടറെ ഞങ്ങൾക്ക് ഇവനെ തരണം, ഞങ്ങൾക്ക് ഇവനെ തരാണ്ട് ഞങ്ങൾ നാട്ടിലോട്ട് തിരിച്ചു പോയാലെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു ഞാൻ 1 മാസമായി അവനെ ചികിത്സിക്കാൻ തുടങ്ങിയിട്ട്, ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, പോയത് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇവർ ഈ മോനിറ്ററെ നോക്കി ഇരിപ്പുണ്ട്. അപ്പോൾ 0 വന്നു, എല്ലാം പോയി. ശരി പോയി എന്ന് ഓർത്ത്. അപ്പോൾ എൻ്റെ സ്വന്തം മോൾ ഇവൻ്റെ കാലേ 2ലും പിടിച്ച് വലിച്ചേച്ച് പറഞ്ഞ്, ചേട്ടായി നീ പോകരുതടാ, നമ്മുടെ പപ്പയുടെ കൂടെ പോകരുത്, പപ്പ മരിച്ചു പോയി, പോകരുത്, നിൻ്റെ അമ്മയ്ക്കും കൊച്ചിനും ആരും ഇല്ലടാ, എഴുന്നേക്കടാന്ന് പറഞ്ഞു. ഇവൻ കാലെ പിടിച്ച് എൻ്റെ മോള് പിടിച്ച് വലിച്ചപ്പോൾ ഇവൻ മരിച്ചവൻ ഈ മൂടിൽ തുണി മാറ്റിയിട്ട് ഇവൻ 2 കൈയും കുത്തി ചാടി ഇങ്ങ് ഏറ്റു കഴിഞ്ഞപ്പം കൃപാസന ഉള്ള സംഭവമാണ് ഇത്, ഉണ്ടായ സംഭവം ഇത്. എൻ്റെ മക്കൾ കണ്ടോണ്ട് നിൽക്കുക, ഭാര്യ ബോധം കെട്ട് വീണ്, സ്വന്തം മോള് കണ്ടോണ്ട് നിൽക്കുക. അപ്പോൾ എന്നെ വിളിച്ചതെല്ലാം പറയുന്നുണ്ട്. ഇവൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഡോക്ടർ തന്നെ പറഞ്ഞു എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവരുടെ ദുബായിലെ ആശുപത്രിയിൽ അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉണ്ടായതാ പോലും. ഡോക്ടർമാർ പേടിച്ച് ഓടി, ഈ നേഴ്സുമാർ ഓടി. ഈ മരിച്ചയാളിങ്ങനെ എഴുന്നേറ്റപ്പോൾ എൻ്റെ മക്കൾ ഇറങ്ങി ഓടി. കൈ കുത്തി അവനിങ്ങനെ ഏറ്റിരുന്നേച്ച് കണ്ണ് 2 ഇങ്ങനെ വലിച്ച് തുറക്കുവാന്നാണ് പറഞ്ഞത്. അവർ കണ്ടോണ്ടിരിക്കണ കാര്യമാണെന്നാണ് പറഞ്ഞത്. ഇതെല്ലാം വിളിച്ചറിയുന്നുണ്ട്. അപ്പം ഇവൻ ഏറ്റിരുന്നിട്ട് കണ്ണെല്ലാം വലിച്ചിങ്ങനെ തുറന്നു വെച്ച് അവിടെ കിടന്നെന്ന് പറഞ്ഞു. ഡോക്ടർ ഓടി വന്നുവെച്ച് പിടിച്ച് കിടത്തി. ആദ്യം ഡോക്ടർമാർ കരഞ്ഞോണ്ട് ഇറങ്ങി ഓടി. എന്നിട്ട് വന്നിട്ട് പിടിച്ച് കിടത്തി.
ആ മൂക്കിക്കടയും വായിക്കടയും ബ്ലഡായിരുന്നു അന്ന് വന്നത്. അങ്ങനെയാണ് അവൻ മരിച്ചു എന്ന് അവർ പറഞ്ഞത്. ഇവന് കൈ കുത്തി ചാടി കയറ്റപ്പോൾ ഈ ബ്ലഡിൻ്റെ വരവ് അവിടെ നിന്നു. പിന്നെ ഡോക്ടർമാർ പിന്നെ മരുന്ന് കൊടുക്കാൻ തുടങ്ങി. ശരിക്കും മരിച്ചതാണ് അവൻ. ഈ ഇതിൽ മോണിറ്ററിൽ നോക്കുമ്പോൾ 0 മാത്രമേ കാണിക്കുന്നുള്ളൂ. 0യും ഇല്ലെന്നോ, ലാസ്റ്റ് വരുമ്പോൾ ഒന്നും ഇല്ലാണ്ടായി. അങ്ങനെ അവന് കൈ കുത്തി അവൻ എഴുന്നേറ്റ് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പം അവൻ പയ്യെ സംസാരിക്കാൻ തുടങ്ങി. ഡോക്ടർക്കൊരു അതിശയം എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം. അന്നേരം പറഞ്ഞു, മോനെ നീ ദൈവത്തിൻ്റെ പുത്രനാന്ന്. അപ്പം ഭാര്യ ബോധം കെട്ട് കിടക്കുക. എന്നിട്ട് അവൾ കാണുന്നുണ്ട് കൃപാസന മാതാവ് ഇവൻ്റെ അടുത്ത് വന്ന് നിൽപ്പുണ്ട്, ഈശോയും വന്ന് നിൽപ്പുണ്ട്. എൻ്റെ ഇച്ചായനെ തുടരണേ മാതാവേ, എൻ്റെ ഇച്ചായനെ തുടരണേ എന്ന് പറഞ്ഞു. ഇവൾ വലിയ ബൈക്കാറിയെന്ന് പറഞ്ഞു. മാതാവ് അവനെ ശരിക്കും തൊട്ട് എഴുന്നേൽപ്പിച്ചതാണ് അവൻ, അല്ലെങ്കിൽ അവൻ ഇന്നുണ്ടാകുകയില്ല. അങ്ങനെ ഏറ്റ് അവന് പിന്നെ ഒരാഴ്ചയും കൂടെ വെന്റിലേറ്ററിൽ കിടന്ന് വാർഡിലോട്ട് മാറ്റി. പിന്നെ ഇന്ന് അവൻ എൻ്റെ കൂടെ ഉണ്ട്. വന്നിട്ടില്ല, വരാൻ പറ്റിയല്ല. അവന് ദുബായിൽ നിന്ന് ഇപ്പോൾ വന്നിട്ട് 1 മാസമായി. ശരിക്കും ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചത്, എൻ്റെ മോനെ എനിക്ക് തിരിച്ചു തന്നാൽ മതി, ജീവനോടെ തന്നാൽ മതി, വീട്ടിലൊരാളായിട്ട് എനിക്ക് ഇരുന്നാൽ മതി. എനിക്ക് വേറെ ആരുമില്ല. എൻ്റെ ഭർത്താവ് 4 കൊല്ലമായി മരിച്ചിട്ട്, ആക്സിഡൻറ്റ് വന്ന്. പിന്നെ ഇവൻ മാത്രമേ ഉള്ളൂ എനിക്ക്. എന്താ എന്നെ ദൈവം മാതാവ് എന്നെ കൈവിട്ടില്ല. ഉറപ്പായിട്ടും കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചാൽ ദൈവം, നമ്മൾ നെഞ്ച് പൊട്ടി പ്രാർത്ഥിച്ച ദൈവം തരാതിരിക്കുകയല്ല. കാരണം എനിക്ക് അനുഭവമായിപ്പോയി. എൻ്റെ കൊച്ച് തിരിച്ചു വന്നത് 3 പ്രാവശ്യം മരിച്ചെന്ന് ഞാൻ അറിഞ്ഞു. ഇത് 3ാമത്തെ പ്രാവശ്യം ഉറപ്പായിട്ടും മരിച്ചെന്ന് എന്നോട് ഇവർ പറഞ്ഞതാ. ഇത്രയും നാളത്തെ പോലെയല്ല മമ്മി, ചേട്ടായി കൈവിട്ട് പോയി എന്ന് പറഞ്ഞ്. എന്നിട്ടും ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എൻ്റെ മോനെ എനിക്ക് ദൈവം തിരിച്ചു തന്നു. ഇന്ന് എൻ്റെ കൂടെ എൻ്റെ വീട്ടിലുണ്ട്. അങ്ങനെ കുറേ ഇനി പറയാനൊക്കെ ഉണ്ട്. ഒത്തിരി പട്ടിണിയും പഞ്ഞവും കിടന്നിട്ടാണ് അവൻ പോയത്. അമ്മേനെ പോറ്റാൻ തൊഴിലുറപ്പിന് വരെ എൻ്റെ മോൻ പോയി കഷ്ടപ്പെട്ട്. എന്നിട്ടാണ് ഇവൻ ദുബായിക്ക് കയറിപ്പോയത്. എന്നെ ഇട്ടിട്ട് പോയാലെന്ന് പറഞ്ഞതാണ്. ഞാനും അവൻ്റെ 5.5 വയസ്സുള്ള ഒരു കൊച്ചും ഞങ്ങൾ തന്നെയാണ് 9 മാസം എൻ്റെ വീട്ടിൽ താമസിച്ചത്. അങ്ങനെ നിവൃത്തിയില്ലാണ്ട് അവൻ കയറിപ്പോയതാണ്. അപ്പനും ഇല്ല, അമ്മേനും എല്ലാവരും പോറ്റാൻ വേണ്ടി പോരിച്ചാണ്. ദൈവം എൻ്റെ മോനെ ജീവനോടെ തിരിച്ചു തന്നു. കുറേ കടമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വീട്ടാനാണ് പുള്ളി പോയത്. ഒന്നും വീട്ടാൻ പറ്റിയില്ല. വേണ്ട, മാതാവ് വീട്ടിക്കോളൂ എൻ്റെ കടം. പക്ഷേ എൻ്റെ കൊച്ചിനെ എനിക്ക് ജീവനോടെ മാതാവ് തിരിച്ചു തന്നു. അതെനിക്ക് ഇവിടെ വന്ന് പറയണമെന്നുണ്ടായിരുന്നു. ശരിക്കും കൃപാസന മാതാവ് ഇറങ്ങി വന്ന് അവനെ തൊട്ടത്, യാതൊരു സംശയമില്ല. ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ചേച്ചി എങ്ങനെയാണ് ഉപയോഗിച്ചത് മകന് വേണ്ടിയിട്ട്? ഇവിടുന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയിട്ട് ചേച്ചി ഉപയോഗിച്ചോ മകന് വേണ്ടിയിട്ട്? ഞാൻ ഉപയോഗിച്ചു, ഞാൻ വീട്ടിൽ ഉപയോഗിച്ചു. പക്ഷേ എൻ്റെ അവിടെ നിന്ന് പിന്നെ ഇവിടെ ദുബായിൽ നിന്ന് ഇവിടെ വരുമ്പോൾ വന്ന സിസ്റ്റർമാരൊക്കെ ഉണ്ടായിരുന്നു, നേഴ്സുമാർ. അവർ പിന്നെ കാശ് രൂപം കൊന്തയൊക്കെ അവൻ്റെ ഭാര്യയുടെ കയ്യിലും പെങ്ങളുടെ കയ്യിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരിവിടെ വന്നിട്ട് അവിടെ പോയതാണ്, ദുബായിക്ക് പോയതാണ്. അവരതെല്ലാം കൊടുത്ത് ഇവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. എന്നിട്ട് എനിക്ക് ഇവിടെ തന്നെ തൈലമൊക്കെ അവന് വേണ്ടി തന്നെ ഞാൻ തന്നെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ഇവിടുന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തു. എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുമ്പസാരിച്ചു. ഇവർ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മകന് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറ്. ഞാൻ ലാസ്റ്റ് ദൈവത്തോട് പറഞ്ഞു, എൻ്റെ ജീവൻ എടുത്തോ, എനിക്ക് ഇത്ര പ്രായം, എൻ്റെ ജീവൻ എടുത്തോ, എൻ്റെ കൊച്ചിനെ എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. എന്തായാലും മാതാവ് കേട്ടത്. ഇന്നെൻ്റെ കൊച്ചു വീട്ടിലുണ്ടതും ഉള്ള സംഭവം നിങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് നിങ്ങൾ നോക്കിക്കോ. ഉള്ള സംഭവം എൻ്റെ കൊച്ചിനെ കാണാൻ വീട്ടിൽ വന്നാൽ. ഇപ്പം അവനെ കൊണ്ടുവരാൻ പറ്റൂല എന്നിട്ടാണ് ഞാൻ കൊണ്ടുവരാത്ത. ഇപ്പം നടക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ചെറുതായിട്ടൊക്കെ ഭക്ഷണം കഴിക്കാൻ, ചെറിയ ഭക്ഷണങ്ങൾ കഴിക്കത്തുള്ളൂ. എല്ലാം അരച്ചും പിടിച്ചൊക്കെ കഴിക്കത്തുള്ളൂ. കാരണം കുടലെല്ലാം മുറിഞ്ഞു പോയതാണ്. അതൊക്കെ തുന്നി വെച്ചേക്കാണ്. 19 സർജൻ അകത്തുള്ളത്. പിന്നെ ഇവിടെ എല്ലാം കീറി മുറിച്ച് അവർ ഡോക്ടർമാർ ബ്ലഡ് കൊടുത്തത്, മൊത്തം ബ്ലഡും ഇവൻ്റെ പോയി. ബ്ലഡ് കൊടുത്തത് കയ്യെ കൂടെ കയറാൻ ബുദ്ധിമുട്ടായിട്ട് ഈ കഴുത്തിനാണ് തുളയിട്ട് കൊടുത്തിരിക്കുന്നത്. എല്ലാം ബ്ലഡ് കൊടുത്തതൊക്കെ പല പ്രാവശ്യം ബ്ലഡ് കൊടുത്തിട്ടും ബ്ലഡ് നിലച്ചു പോയി, കട്ട കെട്ടിപ്പോയി. എന്നിട്ട് ഇവിടെ എല്ലാം കീറി. അത് അന്നേരമൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ 1.5 മാസം ഞാൻ പട്ടിണി കിടന്നു, കട്ടൻ ചായ മാത്രം കുടിച്ചിട്ട് കിടന്നത്. ഇപ്പം എൻ്റെ മോൻ വന്നേ പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. ഉള്ള സംഭവം ഇത്. എനിക്ക് ദൈവത്തിനോട് എന്തേലും നന്ദി പറഞ്ഞാലും തീരെയല്ല. എല്ലാവരും പ്രാർത്ഥിച്ചവരോടൊക്കെ നന്ദി. അറിഞ്ഞോര് പ്രാർത്ഥിച്ചു. എന്നിട്ട് അവസാനം ഡോക്ടർമാർ പേരിട്ട്, ദൈവത്തിൻ്റെ പുത്രനാ നീ. ദുബായിലെ ഡോക്ടർമാർ, ഞങ്ങളുടെ സാമർത്ഥ്യം കൊണ്ടല്ല, നിനക്ക് ദൈവമാണ്, ദൈവത്തിൻ്റെ പുത്രനാ നീ എന്നും പറഞ്ഞ എല്ലാ ഡോക്ടർമാരും ഡിസ്ചാർജ് ചെയ്ത് പോന്നപ്പോൾ അവനെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. കാരണം അവരുടെ ചരിത്രത്തിലാകെ, ആശുപത്രിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന ഇങ്ങനെ ഒരു രോഗി അവിടെ വന്നിട്ട് രക്ഷപ്പെടുന്നത്.
അത് ശരിക്കും കൃപാസന മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ്, യാതൊരു സംശയമില്ല. പ്രാർത്ഥന അത് ഒരിക്കലും ഞാൻ മറക്കൂല. അതിന് ഓടി ഇവിടെ വന്ന് എനിക്കിന്ന് ഇവിടെ പറയണം, നിർബന്ധമായിട്ടും പറയണമെന്നുണ്ടായിരുന്നു. പറയാൻ വന്ന് അവനെ കൊണ്ടുവരാൻ പറ്റിയില്ല, അവനെ അത്രയും ദൂരെ യാത്ര ചെയ്തില്ല. ഇനി കൊണ്ടുവരും ഞാൻ അവനെ. അങ്ങനെയാണ് എൻ്റെ മോൻ്റെ കാര്യങ്ങൾ. ഞാൻ ഒത്തിരി നന്ദി ദൈവത്തോട്, മാതാവിനോട് കുറേ നന്ദിയുണ്ട്, എത്ര പറഞ്ഞാലും തീരൂല്ല. മരിച്ച ലാസറിൻ്റെ കുഴിമാടത്തിങ്കൽ വന്ന് ദൈവപുത്രനായ ഈശോ പറയുന്നുണ്ട്, ലാസറെ പുറത്തു വരിക. നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സാക്ഷ്യം വെള്ളത്തുണി കൊണ്ട് മൂടി മരിച്ച് പുറകിൽ നിന്ന് തലയിണയും മാറ്റി എന്നാണ് ചേച്ചി എന്നോട് പറഞ്ഞത്, അല്ലേ ചേച്ചി? അപ്പോൾ അങ്ങനെ മരിച്ച് കഴിഞ്ഞ മനുഷ്യൻ എന്ന് എല്ലാവരും വിധി എഴുതി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഉയിർത്തെഴുന്നേൽപ്പാണ് ഇപ്പോൾ നാം സാക്ഷ്യത്തിലൂടെ കേട്ടത്. അപ്പോൾ സത്യദൈവം എങ്ങനെയാണ് ഉടമ്പടി എടുത്ത മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? മരിച്ച ലാസറിൻ്റെ സഹോദരി പറയുന്നുണ്ട്, ഇപ്പോൾ ശരീരം അഴിഞ്ഞിരിക്കും, ദുർഗന്ധം വമിക്കുന്നുണ്ടാകും കർത്താവേ എന്ന് പറയുമ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട്, നീ വിശ്വസിച്ചാൽ മാത്രം മതി എന്ന്, ദൈവമഹത്വം ദർശിക്കുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. ഇവിടെ ഈ അമ്മ മകൻ കൈവിട്ടു പോയി എന്ന് അവിടുന്ന് വിളിച്ചു പറയുമ്പോഴും അമ്മ കൃപാസന മാതാവിൻ്റെ രൂപം കെട്ടിപ്പിടിച്ചുകൊണ്ട്, കാശുരൂപം കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് കിടന്ന് കരയുകയാണ്, അമ്മേ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം, അമ്മയ്ക്ക് മാത്രമേ കഴിയൂ എന്ന്. ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ എങ്ങനെ ഈ അമ്മ സ്വന്തം മകൻ്റെ ശരീരമാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ ദേഹത്ത് തന്നെയാണ് അമ്മ കുരിശു വരച്ച് ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ഇതാ ഞാനൊരു ഉടമ്പടി ചെയ്യുന്നു, ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കുമെന്നാണ് പുറപ്പാട് പുസ്തകം 34 അധ്യായം 10 തിരുവചനം പറയുക. നാം കേൾക്കുന്ന ഓരോ സാക്ഷ്യങ്ങളും ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങളാണ്, ജീവനുള്ള പുത്രനായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യങ്ങളാണ്. പരിശുദ്ധ അമ്മ എങ്ങനെയാണ് കാനായിലെ കല്യാണ വിരുന്നിൽ ആ വീടിൻ്റെ അവരുടെ അപമാനമാകാവുന്ന അവരുടെ ആ പ്രശ്നത്തെ, അവരുടെ അഭിമാന പ്രശ്നത്തെ അമ്മ എങ്ങനെയാണ് തൻ്റെ പുത്രൻ മഹത്വപ്പെടുന്നതിന് വേണ്ടി അമ്മ ആദ്യത്തെ അത്ഭുതം പുത്രൻ്റെ മാധ്യസ്ഥം തേടി അവിടെ നടക്കുക. അതേ രീതിയിലുള്ള ഓരോ അത്ഭുത സാക്ഷ്യങ്ങളാണ് നാം കേൾക്കുക. അപ്പോൾ നാം എല്ലാം ഡീറ്റെയിൽസായിട്ട് കേട്ടതാണ്, ഇനി അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് സത്യദൈവത്തോടാണ് നാം വാക്ക് കൊടുക്കുന്നത് ഉടമ്പടിയിൽ. ഈ അമ്മ തൻ്റെ മകൻ അവിടെ ആ വെന്റിലേറ്ററിലും ICUയിലും ഒക്കെ ആയിട്ട് കിടക്കുമ്പോഴും ഈ അമ്മ പരാതി പറഞ്ഞ് അല്ലെങ്കിൽ നിരാശപ്പെട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനെ പോയിരിക്കുകയല്ല ചെയ്യുന്നത്. കുമ്പസാരിച്ചു, 2 ആഴ്ചയിൽ കുമ്പസാരം, വിശുദ്ധ കുർബാനയ്ക്ക് എന്നും പോകുന്നു, 1.5 മാസമായിട്ട് ഭക്ഷണ പദാർത്ഥങ്ങളെ കഴിക്കുന്നില്ല, ഒരു ചായ മാത്രം കുടിക്കുന്നു എന്നാണ് ചേച്ചി എന്നോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഈ അമ്മ ഉപവാസവും പ്രാർത്ഥനയുമായിട്ട് കൃപാസന പത്രങ്ങളെ വീട് തോറും നടന്നു കൊടുക്കുന്നു. കാരുണ്യ പ്രവൃത്തികൾ, അതിനിടയ്ക്ക് അവിടെ ഒരു വൃദ്ധ മന്ദിരമുണ്ട്, അവിടെ പോയി അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നു. ഇതൊക്കെയാണ് ഈ മകൾ ചെയ്തത്. അപ്പോൾ നാം ഉടമ്പടി എടുക്കുന്നവർ മാത്രമാകരുത്, ഉടമ്പടി നിബന്ധനകൾ പാലിച്ചുകൊണ്ട് വിശ്വസ്തരും സത്യസന്ധരുമാകുമ്പോൾ മരിച്ചവർ ഉയിർത്തെഴുന്നേൽക്കുന്ന സാക്ഷ്യങ്ങളാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുക. നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.